സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് 1948 മെയ് മാസത്തിൽ WHO നടത്തിയ തങ്ങളുടെ ആദ്യത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരം 1950 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7-ാം തീയതി ലോകരാജ്യങ്ങൾ വേൾഡ് ഹെൽത്ത് ഡേ ആയി ആചരിച്ചു വരികയാണ്. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നതാണ് ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ തീം. മരുന്നുകളെയും ചികിത്സാ രീതികളെയും ആശുപത്രി ചുമരുകൾക്കുള്ളിൽ നിന്നും പുറത്തെടുത്ത് സമൂഹത്തിനിടയിൽ എത്തിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതവും ആരോഗ്യപ്രദവുമായ ഒരവസ്ഥ പ്രദാനം ചെയ്തതിൽ കേരളത്തിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ മേഖലയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ കീഴിൽ പ്രവർത്തനം നടന്നു വരുന്ന സംരംഭങ്ങളിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു സംരംഭമാണ് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ മേഖല. നമ്മുടെ നാട്ടിലെ വേദന അനുഭവിക്കുന്ന അനേകായിരം കിടപ്പ് രോഗികൾക്ക് ഒരു സാന്ത്വന സ്പർശമായി കേരളത്തിലെ പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യ സമൂഹം ലോകമെമ്പാടും വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി 1950 തുടങ്ങി 76-ാമത് വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷന്റെ റിയൽ പീപ്പിൾ റിയൽ ടോക്കിൽ അതിഥിയായി എത്തുന്നത് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവളായ ഒരു ഡോക്ടറാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 1998 35-ാം ബാച്ചിൽ MBBS പാസ്സായി. ശേഷം ENTയിൽ സ്പെഷ്യലൈസ് ചെയ്ത് 2005 മുതൽ കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആതുര സേവനം നടത്തുന്ന ഒരു ജനകീയ ഡോക്ടർ. പ്രദേശത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഒപ്പം നടന്ന് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തക. കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ബിന്ദു പി. ആതുര സേവന രംഗത്ത് തനിക്കുള്ള 28 വർഷത്തെ പ്രവർത്തന പരിചയം മുൻനിർത്തി പാലിയേറ്റീവ് കെയറിനെ പറ്റി സവിസ്തരം സംസാരിക്കുന്നതിനായി ഈ സുദിനത്തിൽ ബിന്ദു മാഡം നമ്മോടൊന്നിച്ചുണ്ട്. ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷന്റെ റിയൽ പീപ്പിൾ റിയൽ ടോക്ക് എന്ന ടോക്ക് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം മാം. എന്താണ് ഈ പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് മെഡിസിൻ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ക്യൂറേറ്റീവ് മെഡിസിൻ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമ്മളൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രോഗി ആയി കഴിഞ്ഞാൽ 2 തരത്തിലെ രോഗിക്ക് ഡോക്ടറെ സമീപിക്കാം. ഇപ്പം ചെറിയൊരു ജലദോഷപ്പനി അല്ലെങ്കിൽ ചെറിയൊരു അസുഖങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് വരുന്നു, മരുന്ന് കഴിക്കുന്നു, അസുഖം മാറുന്നു, രോഗി തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അവരുടെ വർക്കുമായിട്ട് അങ്ങ് പോകുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കാലങ്ങളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. അത് ക്രമേണ മൂർച്ഛിച്ച് രോഗി ഒരു ശയ്യാവലംബരാകുന്ന ഒരവസ്ഥ. അപ്പോൾ അതിപ്പം ഇതുപോലത്തെ അസുഖങ്ങളായിക്കൊള്ളുന്നില്ല, പെട്ടെന്ന് വരുന്ന അപകടങ്ങൾ ഉണ്ടാവാം. അപ്പം ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ട്രോക്കോ അതൊക്കെ വന്ന് ഇന്നും നേരെ നടന്ന ആളായിരിക്കും ചിലപ്പോൾ നാളെ ആ ഒരു അവസ്ഥയിൽ എത്തുന്നത്. അങ്ങനെ ഉള്ള കുറേ അസുഖങ്ങളുണ്ട്. അതിലൊന്ന് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ നട്ടലിന് ക്ഷതം ഏൽക്കുന്ന സ്ട്രോക്ക് പോലെ പക്ഷാഘാതം എന്ന് പറയും, അത് വന്നിട്ട് ബെഡ് റിഡൺ ആവുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകുമ്പോൾ പരസഹായം കൂടാതെ അവർക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇനി എന്ത് എന്നുള്ള ഇതിൽ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ ശാരീരികമാവും, മാനസികമായിട്ടുള്ളതുണ്ടാവും, അതിനൊരു ആത്മീയ വശമുണ്ട്, സാമ്പത്തികമുണ്ട്. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കിടപ്പിലാവുന്ന അവസ്ഥ വരുന്ന സമയത്ത് രോഗി മാത്രമല്ല അവരുടെ കുടുംബം കൂടി അതിലേക്ക് ഉൾപ്പെട്ടിട്ട് ആ ഒരു ദുഃഖാവസ്ഥയിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സമൂഹത്തിലുള്ള രോഗികളെ നമ്മളൊരു ടീമാണത്. പാലിയേറ്റീവ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ മാത്രം കൊണ്ട് നടക്കേണ്ട ഒരു രീതിയല്ല, അതൊരു ടീം വർക്കാണ്. അതിൽ ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, അതിനെ സഹായിക്കുന്ന കുറേ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇത് നടത്തി കൊണ്ടുപോകാൻ നമ്മുടെ ഓരോ വാർഡിലാണെന്നുണ്ടെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ ഒരുപാടുണ്ട്, അതായത് വോളണ്ടിയേഴ്സ് തന്നെ. അത് ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സും ഉണ്ട്, നമുക്കതിന് താല്പര്യമുണ്ട്, പക്ഷേ എന്നാലും ട്രെയിനിങ്ങിന് വരാൻ പറ്റാതെയൊക്കെയുള്ള അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും അതൊരു സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരം ആൾക്കാരെ കരകയറ്റുക എന്നുള്ളത്. പണ്ട് നമുക്ക് അറിയാം ഈ പാലിയേറ്റീവ് നമുക്ക് തുടങ്ങിയത് ഒരു 90കളിലൊക്കെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്, പാലിയേറ്റീവ് എന്നുള്ള ഒരു ആശയം വന്നത്. പിന്നെ ജനങ്ങളത് ഏറ്റെടുത്തു, പിന്നെ അത് ഗവൺമെൻറ് അതൊരു നയ പ്രഖ്യാപനമൊക്കെ നടത്തി, ഒരു നയരേഖയൊക്കെ രൂപീകരിച്ചു. അതൊക്കെ വന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 2008-ലൊക്കെയാണ്. 2008
വന്നു അതിനൊരു നയരൂപീകരണമൊക്കെ നടത്തിയതിനു ശേഷം 2012 കൂടി പഞ്ചായത്ത് തലത്തിൽ അത് നിർബന്ധ പ്രോജക്റ്റുകളായിട്ട് നടപ്പിലാക്കണം. അതെന്ന് വെച്ചാൽ അതിനൊരു ഫണ്ടിങ് വേണമല്ലോ. നമ്മളിപ്പോൾ എന്ത് കാര്യം നടത്തുകയാണെങ്കിലും അതിന് ഫണ്ടിങ് അത്യാവശ്യമാണ്. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. അപ്പോൾ ഇതിനൊരു ഡെഡിക്കേഷനോട് കൂടി ഇതിനോട് നടത്തുകയും വേണം. ഒപ്പം അതിനൊരു ബാക്ക് സപ്പോർട്ടും കൂടി വേണമെന്നുള്ളത് വന്നപ്പോൾ ഗവൺമെൻറ് അതൊരു നിർബന്ധ പ്രോജക്റ്റുകളായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, താലൂക്ക് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, ഈവൻ സ്റ്റേറ്റ് ലെവലിലൊക്കെ അത് കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അത് 2012 നമ്മൾ നിർബന്ധ പ്രോജക്റ്റായിട്ട് വന്നു. അതിനുശേഷം പിന്നെ കൂടാതെ നമുക്ക് അതിനോടുള്ള മാർഗരേഖകൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം എങ്ങനെയായിരിക്കണം, അത് ആരായിരിക്കണം അതിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടത്, ഫണ്ടിങ് എങ്ങനെ വേണം, അതിൽ എത്ര സ്റ്റാഫ് വേണം, സ്റ്റാഫ് കൂടാണ്ട് വോളണ്ടിയേഴ്സ് എങ്ങനെയുള്ള ആൾക്കാർ വേണം, അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നയം രൂപീകരിക്കുകയും അതിന് കാലാനുസൃതമായിട്ടുള്ള ഈ ഓർഡറുകൾ പരിഷ്കരിച്ച് അവസാനം 2019-ലും 2023-ലും ഒക്കെ ആ മാർഗരേഖ പുതുക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കേരള കെയർ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പാലിയേറ്റീവ് കെയർ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് ഓരോരുത്തരുടെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഡം, ഒരു രോഗി പാലിയേറ്റീവ് കെയറിന് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു ആരംഭിക്കുന്നത് എവിടെയാണ് ഒരു രോഗിക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സമൂഹത്തിൽ ക്യാൻസർ ബാധിച്ച് അയാൾ മരണാസന്നനായി കിടക്കുമ്പം വേദന കൊണ്ട് അയാൾക്ക് അസഹ്യമായ വേദന എങ്ങനെ തരണം ചെയ്യും, ആ ഒരു രീതിയിലായിരുന്നു പാലിയേറ്റീവ് കെയർ തുടങ്ങിയിരുന്നത്. അപ്പോൾ എല്ലാ രോഗികളും ഉദ്ദേശിച്ചത് ക്യാൻസർ ആയി കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റേജുകളിൽ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പാലിയേറ്റീവ്. എന്നാൽ അത് മാറി ഇത് സമൂഹം അതിനെപ്പറ്റി കൂടുതൽ അവെയർ ആയിട്ടുണ്ട്. രോഗിക്ക് ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ ശയ്യാവലംബരായി ഒരു പരസഹായം ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ രോഗിക്കും കുടുംബത്തിനും ഒപ്പം ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അതപ്പം ആ സ്റ്റേജ് തൊട്ടിട്ട് നമ്മുടെ പാലിയേറ്റീവ് കെയർ തുടങ്ങുകയും. ഞാൻ മാഡത്തിൻ്റെ ഈ പ്രൊഫഷണൽ ഗ്രാഫ് പരിശോധിച്ചപ്പോൾ മാഡം ENT സ്പെഷ്യലിസ്റ്റ് ആണ്, അസിസ്റ്റന്റ് സർജനാണ്. പിന്നെ മാഡം എങ്ങനെ കമ്മ്യൂണിറ്റി മെഡിസിനിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രത്യേകിച്ച് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് പാലിയേറ്റീവ് കെയർ നമ്മൾ സാധാരണ അതിൻ്റെ ഒരു ഭാഗമാക്കാവുന്ന പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നുള്ളൂ. 2005 ഞാൻ സർവീസിൽ കയറിയത്. സർവീസിൽ കയറിയപ്പോൾ താരതമ്യേന ഒരു ഗ്രാമപ്രദേശത്ത് തന്നെയാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അതിൽ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമായിട്ട് നമുക്ക് എന്തായാലും നിർബന്ധിതമായിട്ട് നമ്മളതിൽ ഞാൻ പറഞ്ഞത് നിർബന്ധ ഒരു പ്രൊജക്റ്റായിട്ട് നമ്മളെല്ലാ പഞ്ചായത്തിലും നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹോം കെയർ പോകേണ്ടി വരും, രോഗികളെ സന്ദർശിക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്കും അതിനോട് ഒരു മാനസികമായിട്ട് നമ്മൾ അതിന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് എത്ര റിട്ടേൺ നമുക്ക് കിട്ടുന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു രോഗിക്ക് നമ്മൾ ഒരു ചെറിയൊരു സഹായമാണെങ്കിലും അത് ചെയ്തു കൊടുക്കുമ്പോൾ അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ ചെയ്ത് ചെറുതാണെങ്കിൽ കൂടി. അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടുന്ന മാനസിക സുഖം, അതിന് നമുക്ക് എന്താ പറയുക കൂടുതൽ ഒരു ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം അത് തന്നെയാണ്. പിന്നെ നമുക്ക് ഓരോ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ നടപ്പിലാക്കുക കൂടെ ചെയ്യുമ്പോൾ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരം കൂടെ കിട്ടും. അങ്ങനെയാണ് കൂടുതലേക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളത്. മാഡത്തിന്റെ കൂടുതൽ ടീം ആരൊക്കെയാണ്? അതിന് വരെ ഈ മെഡിസിൻസ്, എക്യുപ്മെന്റ്സ് അതൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിന് വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട് ഗവൺമെന്റ്. അപ്പം ടീം ലീഡേഴ്സ് എന്ന് പറയുന്നത് അത് പ്രോജക്റ്റിന്റെ ചാർജ് നോക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് ടീമിനെ നിയന്ത്രിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് പ്രൈമറി പാലിയേറ്റീവ് ടീം എന്നാണ്. അതായത് രോഗിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കേരള കെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നല്ലോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നതിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെൽത്ത് കെയർ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടി വരും. അതിപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഏറ്റവും താഴെയുള്ളത് നമ്മളൊരു ഫാമിലി ഹെൽത്ത് സെന്റർ, അതിന് തൊട്ട് മേലെയായിട്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഇവിടെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. അപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് പ്രൈമറി പാലിയേറ്റീവ് കെയർ എന്നുള്ള ഇത് ചെയ്യുന്നത്. അവർ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പാലിയേറ്റീവ് നേഴ്സ് ഉണ്ടാവും. നേഴ്സിനെ സഹായിക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പഞ്ചായത്തിനെ നമ്മൾ വാർഡുകളായിട്ട് വിഭജിക്കും. 3, 4, 5 വാർഡുകളൊക്കെ ചേർന്നിട്ടുള്ള ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ സബ് സെന്റർ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, ഇപ്പൊ അതെല്ലാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് നമ്മുടെ 2-3 സ്റ്റാഫ്, അതായത് JPH എന്ന് പറയും, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയും, MLSP. അവർ ട്രെയിൻഡ് നഴ്സിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്.
അതുപോലെ തന്നെ JHI എന്ന് പറയും, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്. ഇവരുടെ കൂടെ ഏറ്റവും ഗ്രാസ് റൂട്ടായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആശാ വർക്കേഴ്സ്. ഓരോ വാർഡിലും ഓരോ ആശാ വർക്കർ ഉണ്ടാവും. അപ്പോൾ ഒരു സബ് സെന്ററിൽ ചിലപ്പോൾ 3-4 വാർഡ് ഉണ്ടെങ്കിൽ ആ സബ് സെന്റർ ജാക്കിന് ഒരു 3-4 ആശ ഉണ്ടാവും. ഒരു മെയിൻ ആയിട്ടുള്ള JPHN, JHI ആൻഡ് MLSP, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ. പാലിയേറ്റീവ് നഴ്സ് നമ്മളെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഉണ്ടാവും. അവർ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിനെയും കവർ ചെയ്യണം. അതുപോലെ തന്നെ രോഗികളെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിപ്പോൾ ഒരു രോഗി വന്നാൽ നേരിട്ട് ആരാണ് അതിന് സർവീസ് കൊടുക്കുന്നതിനും ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പേഷ്യൻസിനെ 2ആയിട്ട് തരംതിരിക്കും. ഹോം ബൗണ്ട് ആയിട്ടുള്ള പേഷ്യൻസും ബെഡ് ബൗണ്ട് ആയിട്ടുള്ള പേഷ്യൻസും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യാൻസർ പേഷ്യൻസ് മാത്രമല്ല, ശയ്യാപരമ്പരായിട്ടുള്ള മാത്രമല്ല, അല്ലാതെ വീടുകളിൽ അത്യാവശ്യം ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ്. എന്നാൽ പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ, ജോലിക്ക് പോകാൻ പറ്റാതെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനോ അല്ലെ അവരെ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് MLSP എന്നിട്ടുള്ള വിഭാഗമാണ്. അതല്ലെങ്കിൽ ജാക്കിലെ ടീമിലുള്ള എല്ലാവരും, MLSP മാത്രമല്ല, JHI, JPHN എല്ലാവർക്കും ഇവർക്ക് പബ്ലിക് ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഫീൽഡ് വിസിറ്റുകൾ ഉണ്ടാവും, ഹോം വിസിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഹോം വിസിറ്റ് നടത്തി അവർക്ക് വേണ്ട സേവനങ്ങളെല്ലാം MLSP ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബെഡ് ബൗണ്ട് ആയിട്ടുള്ള, തീരെ നടക്കാൻ പറ്റില്ല, കത്തീട്രൈസ് ചെയ്തിട്ടുണ്ട്, റൈൽസ് ട്യൂബ് ഇട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരുടെ കെയർ ഏറ്റെടുക്കുന്നതാണ് പ്രൈമറി പാലിയേറ്റീവ് നഴ്സ്. അപ്പം അങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി കെയർ വേണ്ടതും പിന്നെ ഹോം ബൗണ്ട് ആയിട്ടുള്ള കേസുകളും ഉണ്ടാവും. ഇതിന് മെഡിസിൻസും എക്യുപ്മെന്റ്സും ഒക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകാണ്. അപ്പോൾ പ്രൈമറി പാലിയേറ്റീവ് നഴ്സ് നമ്മളെ പഞ്ചായത്തിലുള്ള രോഗികളുടെ ലിസ്റ്റ് തയ്യാറാക്കും. അത് കൂടുതലും ഇപ്പം നമുക്ക് എല്ലാ പഞ്ചായത്തിലുള്ള വിവരങ്ങളെല്ലാം കിട്ടുന്നത് ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് ഇങ്ങനെ ഒരു രോഗി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടേക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും. നമ്മൾ ആ പാലിയേറ്റീവ് രോഗി ആയിട്ട് അവരെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവരുടെ ഹോം വിസിറ്റിൽ അവർ ചാർട്ട് ചെയ്യും. അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണോ അവരെ ആദ്യം പോയിട്ട് വിസിറ്റ് ചെയ്യും. ബാക്കി എല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും പാലിയേറ്റീവ് നഴ്സോ അല്ലെങ്കിൽ MLSPയോ ജാക്ക് ടീമോ കാണുന്ന രീതിയിലാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് പോകുന്നത്. മാഡം, ഒരു രോഗിക്ക് പാലിയേറ്റീവ് കെയർ വേണമെന്ന് തോന്നുന്ന സമയം, ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരാൾ പാലിയേറ്റീവ് കെയർ വേണമെന്ന് എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ മാഡത്തിന് അതുപോലെ എങ്ങനെയാണ് നമ്മളത് അറിയിക്കേണ്ടത്? അതൊക്കെ സൗജന്യമാണോ ഇതിൻ്റെയൊക്കെ? നമ്മളിപ്പോൾ ഒരു പാലിയേറ്റീവ് ആയിട്ടുള്ള സേവനം ആവശ്യമുള്ള ഒരു രോഗിയാണെങ്കിൽ അവരുടെ ഗ്രാമപ്രദേശത്ത് ഒരു ആശാ വർക്കർ ഉണ്ടാവും. ആദ്യമായിട്ട് എന്താ വെച്ചാൽ ആശാ വർക്കർ ആയിരിക്കും ഇവരെ കൂടുതൽ അറിയുന്ന ഒരാൾ. കാരണം ആശാ വർക്കർ എല്ലാ വീടുകളിലെയും കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ അവരായിരിക്കും നമുക്ക് ഇങ്ങനെ ഫീൽഡിൽ നിന്നുള്ള ഓരോ ന്യൂസുകൾ കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്നത്. അതിപ്പം പാലിയേറ്റീവ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഇന്ന വീട്ടിൽ ഇങ്ങനെ ഉണ്ട്, ആദ്യം അവരെ അറിയിക്കുക, അവരുടെ ജാക്ക് ടീമിനെ അറിയിക്കും, അതായത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിക്കും. അവിടെ നിന്ന് അവരവർ തരംതിരിക്കും, അത് ബെഡ് ബൗണ്ട് ആണോ ഹോം ബൗണ്ട് ആണോ. ബെഡ് ബൗണ്ട് പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവരെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. പാലിയേറ്റീവ് എല്ലാ പേഷ്യൻസിനെയും രജിസ്റ്റർ ചെയ്യണം. എന്നാലും ബെഡ് ബൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യും. ഹോം ബൗണ്ട് ആണെങ്കിൽ ജാക്ക് ടീമിന്റെ കീഴിലാണ് അത് വരുന്നത്. എന്നിട്ട് ഈ രോഗികളെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സെന്ററിലേക്ക് കൈമാറും. നമുക്ക് ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ സെന്ററിൽ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ പാലിയേറ്റീവ് കെയർ തീർച്ചും സൗജന്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഒന്നുകൂടി എടുത്ത് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഫണ്ട് ലഭ്യത പഞ്ചായത്തിൽ നിന്നുള്ള നമുക്ക് ഓരോ വർഷം നമുക്ക് അനുവദിച്ചു തരുന്ന ഫണ്ട് ലഭ്യതയ്ക്ക് അനുസരിച്ച് നമ്മുടെ രോഗികളെ ആരൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് നമ്മൾ തരംതിരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളായിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, പിന്നെ ഹോം കെയർ കിറ്റുകളൊക്കെ നമ്മൾ അതിനനുസരിച്ചാണ് ഇൻറ്റന്റ് തയ്യാറാക്കി ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സൗജന്യമാണ്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഈ പരിധിക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവർക്ക് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ബുക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ആ ബുക്കിൽ നമ്മൾ വരും. രോഗി ആയിരിക്കില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടാവുക, പക്ഷെ രോഗിയെ നമ്മൾ അവിടെ പോയിട്ട് കാണുന്ന രീതിയാണ് സിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ പാലിയേറ്റീവ് നഴ്സിന്റെ കൂടെ നമ്മളൊരു ഡോക്ടർ ഹോം കെയറിന് വേണ്ടിയിട്ട് ഇവിടെ എത്താൻ പറ്റാത്ത രോഗികളെ അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡർ ആയിരിക്കും ചിലപ്പം ആ ബുക്കുമായിട്ട് നമുക്ക് എത്തുന്നത്. നമ്മൾ ഓവർ ദ ഫോണോ അല്ലെങ്കിൽ സിസ്റ്ററായിട്ട് കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ പോയി കണ്ടതാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ എഴുതി കൊടുത്ത് അവർക്ക് ഇവിടെ നിന്നുള്ള ഫാർമസിയിൽ നിന്നുള്ള മെഡിസിൻസ് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നൽകുന്നത്.
അപ്പം മാഡം ഇപ്പൊ കുറെ കാലമായില്ലേ പാലിയേറ്റീവ് ആയിട്ട് അവരുടെ ഈ വീട് സന്ദർശിക്കുകയും രോഗികളുമായിട്ട് പരിചയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഓർമ്മിക്കത്തക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അത് ഓർമ്മിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ? എടുത്തു പറയത്തക്ക കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ഇതെന്ന് പറയുന്നത്, നമ്മള് ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് എന്റർടൈൻമെന്റ്സ് കാര്യമായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു ടിവിന്റെ മുന്നിലോ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ടായിരിക്കും. പക്ഷെ ഇവര് നോർമൽ ലൈഫ് ജീവിച്ച് വരുന്ന സമയത്ത് ചിലപ്പം കുറെ ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഹോം കെയർ ടീമിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് നമുക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ഒരു വിസിറ്റ് നടത്തും. അതായത് തീരെ കാഴ്ചക്ക് പ്രശ്നമുണ്ട്, അവർക്കൊരു വായിക്കാൻ പറ്റാത്ത ഒരു രോഗിയാണ്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലെ ആൾക്കാർ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഫീൽഡിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം അവർ വന്ന സമയത്ത് ഒപ്റ്റോമെട്രിസ്റ്റിനെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടന്നിട്ട് തന്നെയുള്ള അവരുടെ വിഷൻ ചാർട്ട് ചെയ്തിട്ട് അവർക്ക് കണ്ണടകൾ കൊടുത്തിരുന്നു. അത് വല്ലാത്തൊരു ഇതായിരുന്നു. ചില ആൾക്കാർക്ക് ബുക്ക് വായിക്കാൻ പറ്റുമല്ലോ, അത്യാവശ്യം പേപ്പർ നോക്കുന്നുണ്ടാവും, എന്തെങ്കിലും നോവൽസോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് സ്ഥിരമായിട്ട് താല്പര്യമുള്ള എന്ത് വായിക്കാനുള്ള ഒരു കാഴ്ച കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാതെ. ഇവൻ നമ്മളും ഒരു രോഗിയായിട്ട് കിടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏത് അവയവമാണ് പോയി എന്നുള്ളതിന്റെ വില മനസ്സിലാവുള്ളൂ. മാഡം, നമ്മുടെ ഈ സംസ്ഥാനമാണ് മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗ്രാഫിൽ മുന്നോട്ട് നിൽക്കുന്നത്, പാലിയേറ്റീവ് കെയറിന്റെ ഗ്രാഫിൽ. അപ്പോൾ മാഡത്തിന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നമ്മുടെ സംസ്ഥാനത്തിന് ഇങ്ങനെ മുന്നോട്ട് നിൽക്കാൻ, മുൻപന്തി നിൽക്കാനുള്ള ഒരു കാര്യം? നമ്മുടെ സംസ്ഥാനമാണ് പാലിയേറ്റീവ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യം തന്നെ നമ്മുടെ പാലിയേറ്റീവ് പ്രസ്ഥാനം ഉടലെടുത്തത് കേരളത്തിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് കോഴിക്കോട് ജില്ലയാണ് അതിന് മുൻപന്തിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ രോഗികളോടും നമ്മളെ കൂടെ ഉള്ള ജനങ്ങളോട് നമ്മൾ ഓരോരുത്തരും കരുതുന്ന ഒരു കരുതൽ ഉണ്ടാവില്ലേ, അതായിരിക്കാം ഒരു സ്നേഹബന്ധം. നമുക്ക് നമ്മളെ 2018 പ്രളയവും ഇതൊക്കെ നമ്മൾ തരണം ചെയ്തു വന്ന ആൾക്കാരാണ്. അവിടെ നമ്മൾ കണ്ടു നമ്മളൊരു യൂണിറ്റി എന്താണെന്നുള്ളത്. അതേ ഇത് തന്നെയാണ് നമ്മുടെ പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് ഒക്കെ ആണെങ്കിലും രോഗികളോട് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കാം നമ്മളെ ഒരു സംസ്ഥാനത്തിന് വേർതിരിച്ച് കാണിക്കുന്നുണ്ടാവുക. ഈ ചെറുപ്പക്കാരായ കുറെ ആൾക്കാർ ഇതിലേക്ക് വളണ്ടിയേഴ്സ് ആയിട്ട്, അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകത. നമുക്ക് ഈ വളണ്ടിയേഴ്സിനെ തന്നെയും ഈ കേരള കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രിഡ് സിസ്റ്റം ഉണ്ട്, നമ്മളെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതിൽ തന്നെ അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ എൻറോൾ ചെയ്യുന്നതും അതിലാണ്. അവർ അക്രഡിറ്റഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സ് ആണ്. അത് 3 ദിവസത്തെ ട്രെയിനിങ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു ദിവസം നമ്മളൊരു ഇനീഷ്യൽ ട്രെയിനിങ്, 2ാമത്തെ ദിവസം അവർ ഹോം കെയർ പോകും, 3ാമത്തെ ദിവസം അവർ ഹോം കെയറിൽ കിട്ടിയ അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവെച്ചിട്ട് അതിനുശേഷം അവർ ഓരോ വിസിറ്റും നമ്മളെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒരു രോഗിക്ക് ഒരു വളണ്ടിയറിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ വളണ്ടിയേഴ്സ് ഇതിലേക്ക് ഇനിയും കടന്നു വരാനുണ്ട്. അറിഞ്ഞു വരുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ താല്പര്യം കാണിക്കുന്നുണ്ട്. മാഡം, ഈ പെയിൻ മാനേജ്മെന്റ് ഒക്കെ കൂടാതെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ പാലിയേറ്റീവ് കെയർ മെഡിസിൻസ് രോഗികൾക്ക് വേണ്ടി ചെയ്യുന്നത്? പാലിയേറ്റീവ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും നമുക്കൊരു കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട്. അതിൽ രോഗികൾക്ക് അവർക്ക് പാടാനും ആടാനും ഒക്കെയുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളും അവരുടെ കൂടെ നിന്ന് പരിപാടികളൊക്കെ അവതരിപ്പിച്ച്, അന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിലെ ഉത്സവമാണിത്. അതിലെല്ലാ വളണ്ടിയേഴ്സും രോഗികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അവരിപ്പോൾ 7-7:30 ആകുമ്പോഴേക്കും അവർ കുളിച്ച് റെഡിയായി നിൽക്കും ഈ ഒരു പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് നമ്മളതിൽ സാധാരണ അത് ജനുവരി 15 പാലിയേറ്റീവ് ഡേയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് അത് നടത്താറുള്ളത്, വർഷത്തിലൊരിക്കൽ. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് അവരെ വിനോദയാത്രകൾക്കൊക്കെ തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുന്നതല്ല, അവർ തന്നെ പറയും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ. എന്നാൽ യാത്ര ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരെ നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകാറുണ്ട്. ദൂരെയൊന്നും അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബേപ്പൂരാണ് കൊണ്ടുപോയത്. അവിടെയുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി അവിടെ കടലിലെ ഉള്ളിലേക്ക് അവിടെ നമ്മളിതുണ്ടല്ലോ അവിടേക്ക് നടന്നു പോയ സമയത്ത് ഇവരെല്ലാം വീൽ ചെയറിലുള്ള ആൾക്കാരൊക്കെയാണ്, നമ്മളൊക്കെ നടന്നിട്ടാണ്. അവിടെ നമുക്ക് കാണാം മഴ എങ്ങനെ ഇതാവുന്നത്. അപ്പൊ നമുക്ക് ആകെ ടെൻഷനായി, ബസ് അപ്പുറത്തല്ലേ, ഇവരെ കൊണ്ട് തിരിച്ചിടാക്കാൻ ഇവർക്കൊരു പ്രശ്നമില്ല. ഞങ്ങള് മഴയൊക്കെ കൊണ്ടിട്ട് കുറെ കാലങ്ങളായി. ശരിക്കും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങളൊന്ന് കൊണ്ടോട്ടെ, മഴ പെയ്താൽ നിങ്ങളില്ലേ ചികിത്സിക്കാന്ന്. അപ്പൊ അതൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ ഇത് കൂടാതെ തന്നെ ഇപ്പം കഴിഞ്ഞ
ഹോം കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു പാലിയേറ്റീവ് രോഗിയാണെങ്കിൽ കൂടി അവർക്ക് കൈകൾക്ക് കുഴപ്പമില്ല, അപ്പം കാലിനാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന അറിയായിരുന്നു. എനിക്കൊരു മെഷീൻ വാങ്ങി തന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും കുറച്ചുകൂടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം നിൽക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട് നമുക്ക്. പാലിയേറ്റീവ് പ്രസ്ഥാനം ഇപ്പോൾ ഈ കെയർ വന്നതോടെ പാലിയേറ്റീവ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവരുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഗ്രിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഇതിലേക്ക് വരാനും സംഘടനകൾ അവര് സ്പോൺസേഴ്സ് ആയിട്ട് അവർക്ക് ഹോം കെയർ സാധനങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ട്, ഫുഡ് സ്പോൺസർ ചെയ്യുന്നുണ്ട്, പലതും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു നമ്മളെ സമൂഹത്തിന്റെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്. അപ്പം ഇപ്പം കംഫർട്ട് ഉപകരണങ്ങളായിട്ടുള്ളത് നമ്മൾ പ്രോജക്റ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇവർ വാങ്ങിക്കൊടുക്കും. ഈ പറഞ്ഞ പോലെ ഒരു മെഷീൻ അവർക്ക് വാങ്ങി നൽകി. അത് ശരി. അപ്പൊ അതൊക്കെ സന്നദ്ധ പ്രവർത്തകരും ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരും നൽകുന്നുണ്ട്. മാഡം, ഈ കുടുംബാംഗങ്ങൾക്കൊക്കെ ഭയങ്കര മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഇങ്ങനെ ഒരു കിടപ്പ് രോഗി വീട്ടിലുണ്ടാവുമ്പോൾ. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക, രോഗികൾക്ക് പെട്ടെന്ന് പാലിയേറ്റീവ് കെയർ ടീം എത്തുന്നതിന് മുമ്പേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ട്രെയിനിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അതുപോലെ മാനസികമായിട്ടൊക്കെ ഭയങ്കര വിഷമത്തിലായിരിക്കുമല്ലോ, അങ്ങനെയുള്ള വല്ല മാനസിക സപ്പോർട്ടുകൾ, അതായത് കൗൺസിലേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ വരാറുണ്ടോ? ഇപ്പം തീരെ കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് ഇപ്പം മുറിവുള്ള ഒരാളാണെങ്കിൽ ആ മുറിവ് എങ്ങനെ ദിവസേന ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിപ്പം പറഞ്ഞു ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു രോഗിയുടെ അടുത്ത് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഡ്രസ്സിങ്ങിന് മാത്രമായിട്ട് നമുക്ക് രോഗിയുടെ അടുത്ത് പോകുന്നതിന് പകരമായിട്ട് ജാക്ക് ടീമും അതുപോലെ തന്നെ പാലിയേറ്റീവ് നേഴ്സും ഈ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും, എങ്ങനെ ആ മുറിവ് കൈകാര്യം ചെയ്യണമെന്നത്. ഇത് കൂടാതെ ഒരു നഴ്സിംഗ് കെയർ കൂടുതലായിട്ട് വേണ്ടിടത്താണ് നമ്മുടെ CHC ലെവലിൽ ഒരു സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡറി യൂണിറ്റിൽ ഒരു സ്റ്റാഫ് നഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു സേവനം കൂടെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം പക്ഷാഘാതമൊക്കെ വന്ന് കിടപ്പിലായിട്ടുള്ള ആൾക്കാർക്ക് ഫിസിയോതെറാപ്പി അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ആ കംഫർട്ട് ഉപകരണങ്ങളും കൊടുക്കുകയും ആ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യാനുള്ള ഒരു അവർ തന്നെ സ്വന്തം ചെയ്യുക, അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ അതിനെ ട്രെയിൻഡ് ആക്കുന്ന ഒരു രീതിയിലും കൂടെ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. മാഡം, എന്താണ് ഇനി സമൂഹത്തിൽ ഇനി ഈ പാലിയേറ്റീവ് കെയറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ടോ? കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ ഈ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് തലത്തിൽ മാത്രം ഒതുങ്ങാതെ സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിന്നിട്ട് ഒരു രോഗിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാഡം, ഈ സമൂഹത്തിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചിട്ട് ഇപ്പോഴും പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പോൾ മാഡത്തിന് ഫീൽ ചെയ്ത കാര്യം എന്താണ്? എങ്ങനെയായിരിക്കും അവര്? അതെ, ഞാൻ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിലേക്ക് സർവീസിൽ വന്ന ഉടനെ ഉള്ളത് കൂടുതൽ പേഷ്യൻസ് വളരെ ചുരുക്കമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ജനങ്ങളും അതിനെക്കുറിച്ച് അത്ര അവെയർ ആയിരുന്നില്ല. ക്യാൻസർ വന്നാൽ മാത്രം പാലിയേറ്റീവ് കെയർ, അതായത് രോഗി മരണാസന്നനായി കിടക്കുമ്പോൾ കൊടുക്കാനുള്ള ഒരു കെയർ, അല്ലെങ്കിൽ ഒരു ട്യൂബിട്ട രോഗി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് വരിക എന്നുള്ളതിൽ കവിഞ്ഞ് ജനങ്ങളിലേക്ക് ഈ ആശയം എത്തി തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഇപ്പം കൂടുതൽ ആൾക്കാർ ഈ ഒരു സേവനത്തിന് വേണ്ടി ഹെൽത്ത് സെൻ്ററുകളിൽ സമീപിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട് അല്ലേ? അതെ അതെ, അവരുടെ കൂടെ നിന്നിട്ട് നമ്മളെ അവരുടെ ആ ഒരു ഇപ്പോൾ വന്നിട്ടുള്ള മാനസിക വിഷമം തരണം ചെയ്യാൻ ഒരു ടീം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. ചില ആൾക്കാർ റിക്കവർ ചെയ്തിട്ട് തിരിച്ച് ഇതിലേക്ക് വന്നവരുണ്ട്. അതുകൊണ്ട് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ എൻഡ് സ്റ്റേജ് അല്ല, അവരുടെ ആ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിഷമഘട്ടം തരണം ചെയ്യുന്നു. ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസിക സപ്പോർട്ട് ആയിക്കോട്ടെ, സാമ്പത്തിക സഹായം ആയിക്കോട്ടെ, അതൊക്കെ കിട്ടാവുന്ന ഒരു കൂട്ടായ്മയാണ് പാലിയേറ്റീവ് കെയർ. എന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു 2-3 ആൾക്കാരോ അല്ല, അതൊരു ടീം വർക്കാണ്. അതിൻ്റെ ഡെഡിക്കേഷൻ വേണം, നമുക്ക് കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയും കൂടിയാണ്. അത് അതേ രീതിയിൽ തന്നെ എടുത്തു പോകുന്ന കൂടുതൽ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഇതിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഇപ്പോൾ മാഡത്തിന് ഈ പാലിയേറ്റീവ് കെയറിലെ കുടുംബങ്ങളോടും ഈ സമൂഹത്തിനോടും ഒക്കെ മാഡത്തിനുള്ള ഒരു സന്ദേശം എന്താണ് കൊടുക്കാനുള്ള? പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നും ഇങ്ങനെയുള്ള രോഗികളെ കൂടെ കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഞങ്ങൾ നിങ്ങളിൽ അർപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഞങ്ങളിലും അർപ്പിച്ച് നമുക്കൊരു
ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. മാഡം, ഈ മോഡേൺ മെഡിസിൻ കൂടാതെ മറ്റ് മേഖലകളിലെ മെഡിസിൻസും ഇതിലേക്ക് ആൾക്കാർ ചോദിക്കാറുണ്ടോ? അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഇതിന് പാലിയേറ്റീവ് കെയറിലുണ്ടോ? മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, രോഗികൾക്ക് ഏതാണോ താല്പര്യം ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഇത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കാണുള്ളത്. അപ്പം അവർക്ക് ആയുർവേദം വേണോ, ഹോമിയോ ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളത്. ഇവിടെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ മോഡേൺ മെഡിസിനോടൊപ്പം തന്നെ നമ്മളോട് നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ ടീമുണ്ട്, ഹോമിയോ ടീമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ, എല്ലാ പഞ്ചായത്തിലും. അപ്പോൾ അവരുടെയും ഹോം കെയർ ടീമിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ട് അവരെയും നമ്മൾ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ മാസത്തിലൊരിക്കൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ മാനസിക രോഗ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്താറുണ്ടോ? അങ്ങനെ വല്ല ആവശ്യങ്ങൾ വന്നിട്ടോ അങ്ങനെ തോന്നാറുണ്ടോ? രോഗികൾക്ക് അത്യാവശ്യം സഹായം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. ആ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിൽ നമുക്ക് ഇടയ്ക്ക് ഡോക്ടേഴ്സിന്റെ വിസിറ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾ ഇവിടേക്ക് എത്താൻ പറ്റാത്ത രോഗികൾക്ക് ഡോക്ടർ വീടുകളിൽ വിസിറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. വളരെ റയറാണ്, എന്നാലും കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു സംവിധാനം നമുക്കുള്ളത് എന്താ വെച്ചാൽ ഈ സഞ്ജീവിനി എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമാണ്. അതിൽ ജാക്ക് ടീമിന് അത് പാസ്വേഡും യൂസർ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്കും ഇതിൽ രോഗികളും ഡോക്ടറുമായിട്ട് സമ്പർക്കത്തിനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അപ്പോൾ രോഗിക്കും ബുദ്ധിമുട്ടില്ല, ഡോക്ടർക്കും ഇവിടെ എത്തിയിട്ട് രോഗിക്ക് ഒരു ചികിത്സ കൊടുക്കണമെന്നില്ല. രോഗിയായിട്ട് സംവദിക്കാനുള്ളൊരു മീഡിയ ആണത്. പല വിധത്തിലും എല്ലാ രോഗികളിലേക്ക് എത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ മാഡം, നിങ്ങൾ ഈ ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ സാമ്പത്തിക സഹായവും വിദ്യാഭ്യാസ സഹായവും വേണ്ടവർക്കൊക്കെ ഒരു ഹെൽപ്പ് ഹാൻഡ് എന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ടീമിന് ഈ പാലിയേറ്റീവ് കെയർ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ? പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സന്നദ്ധ സംഘടന എന്നുള്ള രീതിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിനെ ഞാൻ നമ്മുടെ പാലിയേറ്റീവ് ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പല മേഖലകളിലായിരിക്കാം, ചിലപ്പോൾ ഒരു ടോക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആയിരിക്കും അവർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ പുതുതലമുറ കൂടുതൽ ഇതിലേക്ക് വന്ന് അവരെ പോയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. മറ്റുള്ളവർക്കും ഇവർ ചെല്ലുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഒന്ന് വർത്താനം പറയാൻ, അങ്ങനെയുള്ള ഒരു അതും ഒരു സേവനമാണ്. സാമ്പത്തിക സേവനം മാത്രമല്ല, അങ്ങനെയുള്ള അത് ഇപ്പം നമ്മുടെ ഈ ഹാർട്ടിറ്റ്യൂഡ് ഫൗണ്ടേഷനിലുള്ള ആൾക്കാരെല്ലാം അവരവരുടെ പഞ്ചായത്തിൽ ഒരു പാലിയേറ്റീവ് പ്രസ്ഥാനം ഉണ്ടാവും. അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ പാലിയേറ്റീവ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വാഗതം ചെയ്യണം. അപ്പോൾ അതാത് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ അവരവരുടെ പരിധിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് വേണ്ടത് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും മാഡം. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് മാഡത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു.